ഹലോ ഗൈസ്, ആദ്യ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനിയിൽ കണ്ടതുപോലെ ലൈവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. നിങ്ങൾ കുറേ പേര് ലൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. ലൈവ് മോണിറ്റേഷൻ സാധാരണ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെയാണ് ലൈവ് ചെയ്യേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ലൈവ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നത്. നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഞാനിന്നിവിടെ പറയുന്നത്. ലൈവ് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണ്. മോണിറ്റേഷൻ ആകാത്ത ആൾക്കാർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ്. നമ്മുടെ ചാനൽ റീച്ച് ആക്കാനും ലൈവ് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലുകളിൽ ഇതെന്തായാലും വർക്കൗട്ടാകും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ മോണിറ്റേഷൻ ആക്കാനുള്ള കാര്യങ്ങൾ എന്നാണ് ഇതിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ലൈവിലൂടെ നമുക്ക് മോണിറ്റേഷൻ ആവുകയും ചെയ്യും, അതുപോലെ ടെർമിനേഷൻ ആവുകയും ചെയ്യും. അപ്പോൾ ഈ നമ്മുടെ ചാനൽ ഒരു കുഴപ്പമില്ലാതെ മോണിറ്റേഷൻ ആകുന്നത് എങ്ങനെയെന്നാണ് വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ആ പോയിന്റ് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ലൈവ് കാണുന്ന ഒരുപാട് പേര് നമുക്കെതിരെ വേണ്ടാത്ത രീതിയിലുള്ള സംസാരങ്ങൾ പറയുന്ന ആൾക്കാരാണ്. എത്ര നല്ല ലൈവ് ചെയ്യുന്ന ആൾക്കാരായാലും കുറേ പേര് ചൊറിയാൻ വേണ്ടി വരുന്ന ആൾക്കാർ കുറേ പേരുണ്ടാകും നമ്മുടെ ചാനലിൻ്റെ അകത്ത്. അപ്പോൾ സാധാരണ നമ്മൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടാണ് ലൈവിലേക്ക് വരുന്നത്. അപ്പോൾ അസഭ്യം പറയാൻ വേണ്ടി മാത്രമാണ് കുറേ പേര് ലൈവിലേക്ക് വരുന്നത്. ഒന്നാമതായി നമ്മൾ ഒരു രീതിയിലും തിരിച്ച് അസഭ്യം പറയാൻ നിൽക്കരുത്. ഒന്നുകിൽ നിങ്ങൾ ഇത് തിരിച്ച് ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അസഭ്യം തിരിയാത്ത രീതിയിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ പച്ചത്തെറി പറയാതെ, തെറിയല്ലാത്ത രീതിയിൽ അവർക്ക് കൊള്ളുന്ന രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ ഒതുക്കി തീർക്കുക. അല്ലാതെ നമ്മളുടെ വായിൽ നിന്ന് അവരുടെ ഉദ്ദേശം നമ്മുടെ ലൈവിൽ നമ്മളെ കാണുന്ന ആൾക്കാരുടെ അസഭ്യം പറയുന്നവരുടെ ഉദ്ദേശം നമ്മളെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളുടെ വായിൽ നിന്ന് തോന്നിയവാസമായിട്ടും അസഭ്യമായിട്ട് എന്തെങ്കിലും വർത്തമാനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ മൊത്തം സ്ട്രൈക്ക് ചെയ്യും, ടെർമിനേറ്റ് ചെയ്യേണ്ട അവസ്ഥ വരാം. ഇപ്പോൾ പല രീതിയിൽ ആൾക്കാർ ലൈവിൽ പോകുന്ന ആൾക്കാരുണ്ടാകും. കുറച്ച് വൾഗറായിട്ട് പോകുന്ന ആൾക്കാരായാലും ഈ ലൈവിൻ്റെ അകത്ത് ഒരു രീതിയിലും നിങ്ങളുടെ വായിൽ നിന്ന് ഒരിക്കലും തോന്നിവാസം കാര്യങ്ങൾ പോകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, നമ്മളുടെ ചാനൽ ഒരു ലൈവ് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പം കുറേ കേട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് പറ്റത്തില്ല, ഞാനിവിടെ എൻ്റെ വായിരിക്കണ കുറേ പറഞ്ഞു പോകും എന്നൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക. എന്നിട്ട് വേണം ലൈവിലേക്ക് പോവുക. സൂക്ഷിച്ച് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ലൈവ് കട്ടായി പോകും. അപ്പം ഒരുപാട് പേരുടെ ലൈവ് ഡിസബിൾ ആയി പോകും. അപ്പം നമ്മുടെ ലൈവ് ഡിസബിൾ ആയി പോകുന്ന കാര്യം, ഒന്നാമത്തെ പോയിന്റ് നമ്മൾ തിരിച്ച് അസഭ്യം പറയാതിരിക്കുക. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിർബന്ധമായിട്ടും പറയുന്നത്, കുട്ടികളെ നിർബന്ധമായിട്ടും ഇതിലോട്ട് കൊണ്ടുവരാതിരിക്കുക. കൊച്ചു കുട്ടികളെ ലൈവിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അപ്പം നല്ലൊരു കുട്ടികളെ ഫുൾ ഡ്രസ്സിൽ പരമാവധി കുട്ടികളെ ലൈവിൽ കൊണ്ടുവരാതിരിക്കുക. നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് കൊണ്ടുവരിക. അപ്പോൾ ഒരുപാട് പേരുടെ ലൈവ് ഡിസബിൾ ആയി പോകുന്നത് ഈ ലൈവിൽ കുട്ടികളെ കൊണ്ടുവരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഓരോരുത്തരും മോണിറ്റേഷൻ ആക്കാൻ വേണ്ടി ഒരുപാടുള്ള ഉപകാരമുള്ള കാര്യമാണ് ഞാനിത് പറയുന്നത്. ഇതിന് ഒരു അഭിപ്രായം ഇല്ലാത്ത കാര്യമാണ്. കൂടുതൽ പണി കിട്ടുന്ന കാര്യങ്ങളാണ് ലൈവിലേക്ക് വരുന്നത്. അപ്പം വീഡിയോയ്ക്കകത്ത് സ്ട്രൈക്ക് വരുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരു കാരണവശാലും കുട്ടികളെ ലൈവിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അപ്പം അവർ പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചിരിക്കും, അങ്ങനെയൊക്കെ പെട്ടെന്ന് സൗണ്ട് ഒച്ച വയ്ക്കും. അപ്പം ആ ഒച്ച വയ്ക്കുന്ന കാര്യം മാത്രം മതി നമ്മളുടെ ചാനൽ സ്ട്രൈക്ക് ചെയ്യുന്നതും ലൈവ് ഡിസബിളായി പോവുകയും ചെയ്യും. അപ്പം ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ലൈവ് ഡിസബിൾ ആക്കി വെക്കുകയും ചെയ്യും. അപ്പം സ്ഥിരമായിട്ട് ലൈവ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ലൈവ് കട്ടായി പോകുന്നതും അവർക്ക് വീഡിയോ ചെയ്യാൻ തോന്നുന്നില്ല. ചാനൽ അങ്ങനെ ലൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല. അതായത് ഫുൾ ഡ്രസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ വരാനുള്ള ഉറപ്പ് വരുത്തുകതിന് ശേഷം കുട്ടികളെ കൊണ്ടുവരിക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്,
ലൈവ് പോകുന്ന സമയത്ത് നമ്മൾ ബ്ലൂ കൊടുക്കുക എന്ന് പറയും. നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്ക് മാത്രം ബ്ലൂ കൊടുക്കുക. ബ്ലൂ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മോഡറേഷൻ ആക്കുക എന്ന സംഭവം നമുക്ക് ഏറ്റവും ഉപകാരമുള്ള സംഭവമാണ്. അപ്പോൾ യൂട്യൂബുകാർ ഉപകാരമുള്ളത് കൊണ്ട് തന്നെയാണ് ബ്ലൂ കൊടുക്കുക എന്ന സംഭവം കൊണ്ടുവരുന്നത്. അത് കൂടുതലും ആൾക്കാർക്കും അപകടകരമാണ്. അപ്പോൾ കൂടുതൽ പേർക്കും ഇത് ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടുതൽ ആൾക്കാർക്കും അറിയില്ല. നമ്മുടെ കമൻറ്റിൻ്റെ അകത്ത് കയറി എന്ത് വേണമെങ്കിലും കാണിക്കാമെന്ന അധികാരമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ചാനൽ അവർക്കെതിരെയുള്ള അസഭ്യം പറയാനും അവരെന്ത് ചെയ്താലും നമ്മൾ ഉത്തരവാദിയാണ്. നമ്മളെ ലൈവിൻ്റെ അകത്ത് നമ്മൾ ബ്ലൂ കൊടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്താലും നമ്മൾ തന്നെയാണ് ഉത്തരവാദി. അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള 1, 2 ഏറ്റവും കൂടുതലും 1, 2 ആൾക്കാർക്ക് ബ്ലൂ കൊടുത്താൽ മതി. അപ്പോൾ ലൈവിൻ്റെ അകത്ത് വരുന്ന സമയത്ത് നല്ലതുപോലെ ഒരുപാട് വരുന്ന ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ചേച്ചി എനിക്ക് ബ്ലൂ താ ഞാൻ എല്ലാ ദിവസവും ലൈവിൽ വരും, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ അവർ പറയും. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ചില ആൾക്കാർ മാത്രം നല്ല ഉദ്ദേശത്തോടെ വരും. എല്ലാവരും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല വരുന്നത്. അപ്പം നമ്മളെല്ലാവർക്കും ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും 8ൻ്റെ പണി തിരിച്ചു കിട്ടും. ഈ പണി കിട്ടിയ ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്നവരാണ്. അപ്പം എല്ലാവർക്കും ബ്ലൂ കൊടുക്കുക എന്നത് നമ്മൾ ചെയ്യുന്നതല്ല. ഓക്കെ, എല്ലാം നല്ലതാണ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണ്. പക്ഷേ എന്നിരുന്നാലും വേറൊരു വശവും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലൈവ് ഉപകാരപ്പെടുന്നതും നമ്മുടെ ചാനൽ ഇത്ര ശതമാനത്തോളം വാച്ച് അവർ കിട്ടാനും ലൈവ് നല്ലതാണ്. ചില ആൾക്കാർ മോണിറ്റേഷൻ ആകുന്നതും മോണിറ്റേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, സാധാരണ ഫുൾ മോണിറ്റേഷൻ ആയതിനു ശേഷമാണ് വെരിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ മോണിറ്റേഷൻ ചെയ്ത സമയത്ത് ഫുൾ മോണിറ്റേഷൻ ആയിട്ടില്ല, അതിനുപോട്ടെ തന്നെ സബ് മോണിറ്റേഷൻ ആയപ്പോൾ തന്നെ ഈ മോണിറ്റേഷൻ കംപ്ലീറ്റ് ആകുന്ന ആൾക്കാർ തന്നെ ലൈവ് 38 അങ്ങനെ കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പം ഫുൾ മോണിറ്റേഷൻ ആകുമ്പോൾ മുന്നേ തന്നെ ID വെരിഫിക്കേഷൻ, അഡ്രസ്സ് വെരിഫിക്കേഷൻ എന്നൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ലൈവ് മോശമുള്ള കാര്യമല്ല, എന്നാലും സൂക്ഷിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി.